ഞങ്ങൾ തൃപ്പരപ്പ് വാട്ടർഫോൾസ് കണ്ടിട്ട് തിരിച്ചിറങ്ങിയപ്പോഴാണ് കേട്ടോ ഈ ആകാശത്തൊരു വല്ലാത്തൊരു പ്രകാശം കണ്ടത്. കാരണം ഞാനിത് ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനത്തെ രീതിയിലുള്ളൊരു നമുക്കെന്താ ഈ മഴവില്ലൊക്കെ ഇങ്ങനെ വരുന്ന മാതിരിയുള്ളൊരു പ്രകാശം കേട്ടോ, ടോർച്ച് അടിക്കുന്നത് പോലെ. അപ്പോൾ ഞാൻ ചേച്ചി ഒന്ന് വീഡിയോ എടുക്കാമെന്ന്. അതായത് ഈ തൃപ്പരപ്പ് പോയി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഇപ്പോഴത്തെ ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ, അതായത് ഫുള്ള് പാറയായിരിക്കും. എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് കൂടുതൽ കുളിക്കാനൊക്കെ നനയ്ക്കാനൊക്കെ കണക്കാക്കിയുള്ള ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. കാരണം തൃപ്പരപ്പ് നമുക്കിപ്പോൾ കുളിക്കാനൊന്നും പറ്റത്തില്ല, കാരണം അത് ഓപ്പൺ പ്ലേസ് ആയതുകൊണ്ട് തന്നെ പറ്റത്തില്ല. പക്ഷേ ഇവിടെ ഈ ഓപ്പൺ പ്ലേസ് ആണെങ്കിൽ പോലും ഇവിടെ അങ്ങനെ അധികം ഒത്തിരി അങ്ങനെ ആൾക്കാരൊന്നും അങ്ങനെ വരുന്ന ഒരു പ്ലേസ് അല്ല കേട്ടോ. പക്ഷേ നല്ല അടിപൊളി ഒരു പ്ലേസ് ആയിരുന്നു. ഇവിടെ ഒരു ചെറിയൊരു വൃത്തിക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അപ്പുറത്തെ സെക്ഷനിൽ സ്ത്രീകൾക്ക് കുളിക്കാനൊക്കെ ഒത്തിരി വെള്ളമുണ്ട്. പക്ഷേ ഞാൻ അപ്പുറത്തെ സെക്ഷനിലോട്ട് പോയില്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരുപാട് പേര് കുളിക്കുകയും നനയ്ക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി അപ്പുറത്ത് പോയിട്ടുണ്ടായിരുന്നില്ല. 2 സെക്ഷനാണ്. ഈ പാലം കഴിഞ്ഞാൽ വേറൊരു കടവും കൂടി ഉണ്ട് കേട്ടോ. കാരണം അത്രയും നല്ല വൃത്തിയുള്ള വെള്ളമൊക്കെ ഉള്ളു. ഇവിടെ ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഈ ചാലിട്ട് ഒഴുകുന്നതല്ലാണ്ട് കുളം കണക്കൊന്നും ഇല്ല കേട്ടോ. കാരണം അപ്പുറത്തെ സൈഡാണെങ്കിൽ കുളം കണക്കൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ ഒരു സൈഡ് മാത്രം നിന്ന് കുറേ വീഡിയോ പിടിച്ചു. കാരണം അവിടെ നിൽക്കാൻ തന്നെ നല്ലൊരു മനസ്സിന് വല്ലാത്തൊരു കുളിർമയാണ് കേട്ടോ. അപ്പോഴും ഞങ്ങൾ ഫാമിലി ഫുള്ളാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മാമയെ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും ഇങ്ങനെ പോയി നിന്നതുകൊണ്ട് മാമ ഇങ്ങനെ ഇപ്പുറത്തോട്ട് വരാനൊക്കെ ഇങ്ങനെ നിന്ന് അങ്ങനെ 2 പേര് കുട്ടികളായിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ മാമയെ. കാരണം ഒരു സ്ഥലത്തെ മാമയെ ഇരുത്താൻ പറ്റുള്ളൂ. കാരണം അവിടെ ഭയങ്കര സ്ലിപ്പാണ്, പാറ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ശ്രദ്ധിച്ച് നമുക്ക് നടന്നില്ലെങ്കിൽ നന്നായിട്ട് പണി കിട്ടും. അങ്ങനെ ആ രീതിയിലുള്ള ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഞാനൊരുക്ക കാലൊക്കെ വഴുതി വീഴാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. കാരണം ഹീലുള്ള ചെരുപ്പൊക്കെ ആയിട്ട് കുറച്ച് കാലൊന്ന് സ്ലിപ്പായി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഉള്ളത് അവിടുത്തെ ആ ഒരു സൂര്യാസ്തമയം. കാരണം നല്ലൊരു പ്ലേസാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു കോവിലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പോണ സമയത്ത് ആ കോവിലിൽ പരിപാടിയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്തും സ്ത്രീകളൊക്കെ കുളിക്കുകയും നനയ്ക്കുകയും തുണികൾ കഴുകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു 6:30 വരെയൊക്കെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് അത്രയും നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ. എനിക്ക് തൃപ്പരപ്പ് കണ്ടതിനേക്കാളും കൂടുതൽ എനിക്ക് ഈ ഒരു പ്ലേസാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആകാശമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് നല്ല ഒരു വല്ലാത്തൊരു ഭംഗിയിലാണ് കേട്ടോ ആ സമയത്ത് ഉണ്ടായിരുന്നത്. കാരണം സന്ധ്യ മയങ്ങുന്ന സമയത്തൊക്കെ നല്ലൊരു വല്ലാത്തൊരു ഫീലായിരുന്നു അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ വീഡിയോകളൊക്കെ പിടിച്ചു. അപ്പോൾ നിങ്ങൾ തൃപ്പരപ്പ് പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലേസിൽ പോവാതിരിക്കരുത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. കാരണം ഒരു ചെറിയൊരു ചാലിങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ ഒരു പ്ലേസിലോട്ടാണ് എത്തുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് വിട്ടിട്ടുണ്ടായത്. പിന്നെ ഞങ്ങൾ സിറ്റിക്കകത്ത് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ നേരെ മക്കളെ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ